നിങ്ങൾ ആദ്യം ഒന്ന് എന്നെ സംസാരിക്കും വിട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങള്? ആ അല്ലല്ല, സത്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട യാതൊരു കാരണവുമില്ല. സുധാകരൻ സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ഇങ്ങനെയല്ല പെരുമാറാൻ അറിയാവുന്നത്. എനിക്ക് നല്ല രീതിയിൽ റിയാക്ട് അറിയാം. വേറെ പോലീസുകാരനാക്കി മാറ്റരുത്. പല പ്രാവശ്യം പറഞ്ഞേ ഫോൺ എന്താണ് ഒരാള് ഫോൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓടിക്കളിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ അങ്ങോട്ട് നോക്കിയല്ലേ. മേലാവൃത്തിക്കരുത്. ഒരാളുടെ ഫോൺ സംസാരിക്കായിരുന്നു. ഫോൺ ചുണ്ടിരിക്കുന്നത് കയറി വരരുതും തള്ളിയിടരുതും. കിട്ടിയല്ലേ? ഞാൻ എത്ര നേരമായിട്ട് മൂന്നിനോട് പറയാന്നറിയാം, പുറത്തു പോയി കളിക്ക് ബഹളം വെക്കല്ലേന്ന്. ഏട്ടൻ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞില്ലേ നിന്നോടൊക്കെ ഞാൻ? അറിയാതെയാ? അമ്മ അച്ഛന്മാരും പറഞ്ഞാൽ കേൾക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ ജോലി പോകുന്ന കാര്യമാണ്. ആ കാര്യം സംസാരിച്ച ഒരു പരുവത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് നിനക്കൊന്ന് നിയന്ത്രിച്ചോ വരാ. ഏട്ടാ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാ പുറത്തു പോയി കളിക്ക്. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക. പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നത്. കൊടുത്തിട്ടുണ്ടോ? നല്ല കാര്യം. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കാറി. സാരമില്ല, പോട്ടെ. ക്ലാസ് പൊട്ടിയാ പിന്നെ എടുക്കാം. കാലിക്കൊള്ളാൻ ഞാൻ ചൂലെടുത്തോണ്ട് വരുത്താം. ഹലോ, നിനക്ക് വേന എടുത്തോ? എനിക്ക് നല്ലപോലെ വേണം. ചേച്ചിക്കോ? എനിക്ക് രണ്ടരിക്ക് നല്ല വേനുണ്ടോ? നിനക്കറിയത്തില്ലേ? ഇല്ല, ഞാൻ നിങ്ങളെ അടിച്ചപ്പോ തന്നെ കഥന്റെ ബാക്കിൽ കയറി വിളിച്ചു. ഹലോ ചേച്ചി എവിടെ? ചേച്ചി ചേച്ചി മുത്തേച്ചി ചേച്ചി എവിടെ ഉണ്ട്? എന്താ അല്ല ചോദിച്ചത്? ഇപ്പൊ അങ്ങനെ ചോദിക്കണം. എന്തേലും പ്രശ്നമുണ്ടോ? അതെന്തിനാ ചേട്ടാ അറിയുന്നേ? അല്ല, പ്രശ്നം ഉണ്ടാ? ആ, നമ്മളെ പ്രശ്നം നമ്മൾ തന്നെ ചെയ്തോളാം. ചേട്ടൻ പോയിക്കേ. അയ്യോടാ, എടാ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, അത് പരിഹരിച്ചു തരാം ഞാൻ. വേണ്ട വേണ്ട, ഞങ്ങൾ തീർത്തോളാം. വേണ്ടേ? ശരി. എന്നാലും നമ്മൾ എന്തിനാ അച്ഛനടിച്ചേ? നമ്മളൊന്നും ചെയ്തില്ലല്ലോ. മാമന്റെ ചായ കളഞ്ഞോണ്ടായിരിക്കും. മാമന് നല്ല ദേഷ്യമുണ്ട്. മാമിയുടെ അടുത്ത് എന്തൊക്കെയോ പറയുന്ന കേട്ടു. എന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ അപ്പോഴത്തേക്ക് ഇങ്ങനെ ഓടി വന്നു. നമുക്ക് എന്തായാലും ഇനി അച്ഛനോട് വേണ്ട. സത്യവാ, നമുക്ക് വേണമെങ്കിൽ അമ്മയടുത്ത് മിണ്ടാം. മാമിയുടെ അടുത്ത് മിണ്ടാം. ഭയങ്കര ഗൂഢാലോചനയാണല്ലോ. എന്താണ് ബോംബിടണുണ്ടോ എവിടെയും? എവരെ മാമ അടിച്ച അതുകൊണ്ടാ. മാമനടിച്ചാ? സയ്യനടിച്ചാ? ഞങ്ങളെ രണ്ടുപേരും അടിച്ചു. തെറ്റ്. ഞങ്ങളൊന്ന് ഓടി കളിച്ചതാ. നിനക്ക് കിട്ടിയ? ഇല്ല, ഞാൻ അവരെ അടിച്ചപ്പോ തന്നെ കഥന്റെ ബാക്കി കയറി വിളിച്ചു. പക്ഷെ നിനക്ക് രണ്ട് അടിയുടെ കുറവുണ്ടായിരുന്നു. ചേച്ചി അറിയുന്നവരൊന്നുമല്ല, അടി കിട്ടുമ്പോഴേ എന്റെ ഇത് മനസ്സിലാത്തുള്ളൂ. മാമൻ സീരിയസ് ആയിട്ട് എന്തിനടിച്ച മാമൻ? ഞങ്ങളൊന്ന് ഓടി കളിച്ചൊന്നും അറിയാതെ അച്ഛനെ തട്ടി നമ്മളുണ്ട്. ഞങ്ങളോട് ഭയങ്കരമായിട്ട്. ഓ, അങ്ങനെ പറ. എന്തായാലും മാമൻ വെറുതെ ഒന്നും അടിക്കൂല. നിങ്ങൾ നല്ലോണം മാമനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചേച്ചി മാമന്റെ ആളാണല്ലേ? എടാ, ഇന്നുവരെ എന്നെ അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തേലും കുരുത്തക്കേട് കാണിച്ചോണ്ടായിരിക്കും അടിച്ച. ഞങ്ങൾ അങ്ങനെ വലിയ കുരുത്തക്കേടൊന്നും കാണിച്ചില്ല. അതെ 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 അതെ. ഞങ്ങളുടെ അടി കിട്ടിയതാ നമുക്കോ? അയ്യോ, എവിടെ പോണ്? പറങ്കി പോവാം.
എന്തുപറ്റി? മുഖം വല്ലാതിരിക്കണ കേട്ടാ? എന്താ വിഷമം മാറിയില്ലേ? മക്കളോടെ പോയി ഏട്ടനെ അടിച്ചപ്പോ ഓടിയില്ല ഇറങ്ങി, പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. രണ്ടിനും നല്ല സങ്കടമായെന്ന് തോന്നുന്നു. നല്ലണ്ടായിരുന്നു. ഞാനീ പെട്ടെന്നൊരു ദേഷ്യത്തിലേ. പെട്ടെന്ന് ഏട്ടന് എപ്പോഴും ദേഷ്യം തന്നെയാ. ഏട്ടന് ദേഷ്യം വന്നാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് പിള്ളേരോടായാലും എന്നോടായാലും അമ്മയോടായാലും. ഈ മുൻകോപമൊക്കെ കുറക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഞാൻ വേറൊരു ദേഷ്യത്തിലായിരുന്നു. അതാണ് പെട്ടെന്ന്. നമ്മളെ കൊണ്ട് വിചാരിച്ച ആ ദേഷ്യമൊക്കെ കുറക്കാനൊക്കെ പറ്റും. ഇപ്പൊ തറം കൈ കൊണ്ടല്ലേ തല്ലിയത്, പിന്നെ പിള്ളേർക്ക് വേദനിക്കാതിരിക്കും. രണ്ടിനും നല്ല പോലെ വേദനിച്ചിട്ടുണ്ട്. സാരമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കണം ഏട്ടാ, അല്ലെങ്കിൽ ശരിയാവില്ല. ഏട്ടൻ വെറുതെ വിഷമിക്കല്ലേ. അമ്മോ അമ്മോ ആ അമ്മ ആർച്ച വെള്ളം ഞാൻ തന്നാ മതിയോ? വേണ്ട, അമ്മ തന്നാ. അതെന്ത്? ദേ രണ്ടിന് ഇത്രയും ഇത് പാടില്ല കേട്ടാ. അത്രക്കും വലിയ വഴക്കിടാനുള്ള അടിയൊന്നും അച്ഛൻ തന്നിട്ടില്ല കേട്ടാ. അമ്മ വെള്ളം തരുന്നുണ്ടോ? അച്ഛൻ വെള്ളം എടുത്ത് തരും, അത് കുടിക്കാൻ പറ്റുമെങ്കിൽ കുടിച്ചാ മതി. ഓ അഹങ്കാരിയോട്. സഹിമുണ്ടല്ലേ? എന്തൊരു വാശിയാ നോക്കണേ രണ്ടിന്. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലേ? അല്ല അങ്ങനെ ശരിയല്ലല്ലോ ഏട്ടാ. എന്തൊരു വാശിയാ നോക്കണേ. ഈ ഏട്ടനിങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? ദേ ഇങ്ങോട്ട് നോക്കിയാ, ആ കടയിൽ പോയി 2-3 ഐസ്ക്രീമും മിഠായിയൊക്കെ വാങ്ങിച്ചത്. അത് കാണുമ്പോഴത്തേക്ക് രണ്ടിന്റെ വഴക്കൊക്കെ മാറിക്കോളും. പ്രത്യേകിച്ച് സയ്യുണ്ട്. ശരി, ഇത് പിള്ളേരും കഷ്ടം പോടും. അച്ചമ്പി, ഇതെവിടെ? എന്നെ കണ്ടില്ലേ? ആ ഞാൻ ഇങ്ങനെ നടന്നു പോയ വല്ല വണ്ടി വന്ന് തട്ടുമല്ലോ. എന്നിട്ട് മുഖമല്ലായിരിക്കുന്നത്. ഞാൻ അറിഞ്ഞു അച്ചമ്പി. ഞാൻ ടൂൾ ബോക്സ് എടുക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോ ലില്ലിപ്പണ്ണന്റെ അടുത്ത് പറഞ്ഞു. അച്ചമ്പി അതിന് ഇത്ര വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്ത്? പ്രതികളെ അരച്ച വര നിർത്തുന്ന ആള് ഇതാറ് പിള്ളേരെ വരട്ടെ എന്ന് പറഞ്ഞോണ്ട്. അല്ലടാ, ഞാനേ ഇന്നവരെന്റെ മക്കളൊന്നും തല്ലിയിട്ടില്ല. പെട്ടെന്ന് പിന്നെ അവരാണെങ്കിൽ എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ലടാ. പിന്നെ മച്ചമ്പിയുടെ മക്കളല്ലേ, വാശിക്ക് ഒരു ശകലം പോലും പിന്നോട്ട് നിൽക്കുവോ? അച്ഛനമ്മമാരാകുമ്പോ പിള്ളേരെ അടിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യും. അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. ഇതിപ്പോ പിള്ളേരെ കണ്ണിന് വിഷമാണല്ലോ മച്ചമ്പിക്ക്. ഇതിപ്പോ ഐസ്ക്രീം കൊണ്ട് കൊടുക്കുമ്പോഴത്തേന് സെറ്റ്. ആ അങ്ങനെ വിചാരിക്കുന്നു. എന്ത് ഇല്ല, വാശി കാണുമല്ലേ ഈ പറഞ്ഞ പോലെ. മച്ചമ്പിയുടെ അച്ഛൻ മച്ചമ്പി അടിച്ചിട്ടില്ലേ? എന്നെ എന്റെ അപ്പച്ചൻ എന്തോരം അടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേരെ അച്ഛനമ്മമാരാകുമ്പോ തെറ്റ് കാണുമ്പോ അടിക്കും ശാസിക്കും. അത് കഴിഞ്ഞില്ലേ? പഴയ കാലം ഒന്നുമില്ലടാ, കൊച്ചുങ്ങൾക്കൊക്കെ ചെറിയ കാര്യം മതി ഓരോന്നിന്. ആ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഇതിപ്പം എനിക്ക് മച്ചമ്പിയുടെ ഇത് കാണുമ്പോഴാ വിഷമപ്പെടുന്നത്. ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നീ എവിടെ പോന്നു? ഞാൻ ഇവിടെ അല്ലേ വില്ലേജ് ഓഫീസർ വേണുസാറില്ലേ, വേണുസാറിന്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവന്മാരുള്ള ടൂളുമായിട്ട് വേറെ വണ്ടി നോക്കാം. ഞാൻ അവനെ വീട്ടിൽ കയറി ടൂൾസ് എടുത്തോണ്ട് വരുക. ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടല്ലോ. ഇതങ്ങോട്ട് കൊണ്ട് രണ്ടുപേരെ 2 കാലിലോട്ട് പിടിച്ചിരുത്തി കൊടുക്കുമ്പോ തന്നെ തീരും. അവരുടെ മുമ്പ് ഇരുന്ന് കരയാൻ നിൽക്കല്ലേ, SI ആണ് കേട്ടാ. വേറെ മേടിച്ചു തരാം.
ഒന്ന് ചിരിച്ചിട്ട് പോ, ഏ ചിരിച്ചിട്ട് പോ. പോടാ. ഇതെന്തൊരു മനുഷ്യനാണ്, നിസ്സാര കാര്യം മതി കരയാനും ദേഷ്യപ്പെടാൻ. ഇത് വല്ലാത്ത വാശി കേട്ടാ രണ്ടിനും. ഒരു കുഞ്ഞു തല്ലല്ലേ അച്ഛൻ തന്നുള്ളു, അതിന് എത്ര വലിയ മുഖം വീർപ്പിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞല്ലൊന്നും അല്ല, എന്റെ കൈ ഇവിടെ മൊത്തം തെടുത്തിരുന്നേ, എവരോട് വെച്ച് നോക്ക്. അത് മാത്രമല്ല, അച്ഛൻ അല്ലാൻ വേണ്ടി ഞങ്ങൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തില്ലേ? എന്തോ അമ്മ ഒന്നും ഓടി അറിയാതെ ചായ തട്ടിയിട്ടാണ് ഇത്ര വലിയത്. ആണാ? അതല്ലല്ലോ. പിന്നെന്തോ? എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പുറത്തു പോയി കളിക്കുന്നു, കേട്ടാ? മൂന്നും കേട്ടാ? ഇല്ലല്ല. അച്ഛൻ ഫോൺ ചെയ്തോണ്ടിരിക്കുകയല്ലായിരുന്ന, ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പോയി ഗ്ലാസ് തട്ടിയിട്ട്, അതുകൊണ്ടല്ലേ കിട്ടിയത്. ആവശ്യമായിരുന്നു, രണ്ടിനും ആവശ്യമായിരുന്നു. ഞാനെന്തായാലും ഇനി അച്ഛനോട് കൊണ്ടു. ഉറപ്പായിട്ട് മിണ്ടതില്ലേ? നീ മിണ്ടോ അടി? ഞാനും ഉണ്ടു. അന്ന് നിനക്കിട്ട് കിട്ടിയില്ലല്ലോ അടി. ഞാനും ഉണ്ടൂലേ, അവര് പറഞ്ഞു. അവന് എന്റെ അനിയനല്ലേ, അപ്പൊ അവനും ഓ, അപ്പൊ അച്ഛനുള്ള വീട്ടില് രണ്ടും ഇനി എങ്ങനെ നിക്കും? അമ്മയുണ്ടല്ലോ. അപ്പൊ ഞാനും നിങ്ങളോട് മിണ്ടിയില്ലെങ്കിലോ? അച്ഛനോട് മിണ്ടില്ലെങ്കിൽ ഞാനും മിണ്ടൂല. നീ ഞങ്ങളും അമ്മയോട് കൊണ്ടത്തില്ല. മൂന്നുപേരുണ്ടല്ലോ. ചോക്ലേറ്റ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല നിറയെ ഉണ്ട് കേട്ടോ. പിണക്കം മാറ്റി ആദ്യം വരുന്നവർക്ക് ഇത് മുഴുവനായിട്ട് തരും. ആരാ വരുന്നേ? കണ്ണടച്ചിക്ക് ഞാൻ. റെഡി? 1 2 3 4 5 6 7 8 9 10. ശരി, ആർക്കും വേണ്ടല്ലോ. ഒന്നൊന്നായിട്ട് ഈ പത്തി കഴിക്കാൻ പോണ ഞങ്ങള്. പൊന്നു വേണ്ടല്ലോ ആർക്കും. ചോക്കോ വാനില കിടില്ല. ആർക്കും വേണ്ടല്ലോ, ആർക്കും വേണ്ടല്ലോ. നോക്ക്. അടിപൊളി. ഓ, ഡയറി മിൽക്കിന് വെള്ളം വേറൊരു മിഠായി ഇല്ലല്ലോ. ഇല്ല, ഐസ്ക്രീം. ഇതിപ്പം എനിക്ക് എന്തായാലും രണ്ടെണ്ണം വേണം. ഒരു 5 പ്രാവശ്യം കൂടെ എണ്ണ. റെഡി? ഇനി എന്താ എണ്ണ അവർക്ക് വേണ്ടല്ലോ. റെഡി? 1 2. ഇത്രക്ക് വാശി നിങ്ങൾക്ക് എന്തുവാടി ഇത്? അന്നേരം ദേഷ്യം അടി കൊടുത്തതിന് ഇത്ര ദേഷ്യമോ? അതാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ. അറിയാതെ എങ്ങാനും ഒന്ന് തല്ലിപ്പോയാ പിന്നെ തീർന്ന്. അറിഞ്ഞു കൊണ്ടുവച്ചേ, കൊണ്ടുവെക്ക്. ഞാനിപ്പോ വരുത്തി തരാം. വടിയെടുക്കട്ടെ. അങ്ങനെ വിട്ടാ പറ്റൂല ഏട്ടാ. പിടി. വേണ്ട, അടിക്കണ്ടടി. എന്താ അഹങ്കാരമല്ലേ? ചേച്ചി, ആ താഴത്തെ അല്ലു ചേട്ടാ എപ്പോഴും ചേച്ചിയുടെ കയ്യിൽ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നില്ലേ? ആണോ? എന്നോട് എപ്പോഴും ചോദിക്കും മുത്തെവിടെ മുത്തെവിടെ മുത്തെവിടെ. ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടേ. എന്ത് കൊടുത്തു? പിന്നെ എപ്പോഴും ചേച്ചി അവിടെ ചോദിച്ചോണ്ടിരിക്കുന്നതിന് ആ പറഞ്ഞ ചേച്ചിയെ പറ്റി എനിക്ക് തിരക്കുണ്ടാവണം. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോഴെല്ലാം ചുമ്മാ തട്ടിക്കയറാൻ നിക്കല്ലേ. നിങ്ങളുടെ അടിയൊക്കെ എന്തായി? ഞങ്ങള് കണ്ടത്തില്ല. ഇതൊരു മിണ്ടിയില്ലേ? ഇല്ല, അതിത്തിരി ഓവറല്ലേ? നമ്മൾ ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ തന്ന് കൊതിപ്പിക്കാൻ നോക്കി മാമൻ. എന്നിട്ട് നമ്മള് വാങ്ങിച്ചില്ല.
അയ്യേ നിങ്ങൾ എന്ത് പിള്ളേരെ ഇങ്ങനെ ഞാൻ വല്ലതൊക്കെ ആയിരിക്കണോ? ഞാനൊക്കെ എപ്പോഴാ കഴിച്ച് പിണക്കൊക്കെ മാറ്റി. അച്ഛനെ നോക്കി വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ട്. ഞാനും കണ്ടായിരുന്നു. എന്നാലും ഇത് ഇത്തിരി ഓവറല്ലേ? ഇത്ര പിണക്കതിന്റെ ആവശ്യം ഉണ്ടോ? ഞങ്ങൾ അതിന് വലിയ അച്ഛനും ചെയ്തില്ല. ചായ ഒന്ന് മറിഞ്ഞു വീണു. അത് ഇനി അമ്മയോട് പറഞ്ഞു. അമ്മ വേറെ ഉണ്ടായിക്കൊണ്ടു. അല്ല, ചായ വീണേനാണ് മാമ അടിച്ചതെന്ന് ആര് പറഞ്ഞു? നിനക്കറിയോ? ഞാൻ കണ്ടല്ലേ ചായ വീണപ്പോ ഇവരെ മാമ അടിച്ചത്. അതെ, ഒരു ചായ വീണതിന് വഴക്കുറയുന്നത് വെറുതെ. ഇതെന്തുവാ? എന്തൊരു സ്റ്റോറി ബുക്ക്. അതൊന്ന് വായിച്ചു തരാവോ? എന്തിന്റെ കഥ? ഇതിന്റെ വായിച്ചോ? ഇത് നിങ്ങളെ പോലത്തെ 3 വികൃതി പിള്ളേരുടെ ഒരു കഥ. ഒന്ന് പറഞ്ഞോ. കേൾക്കണോ? ഞാൻ പറഞ്ഞ പണ്ട് 3 വികൃതി പിള്ളേരുണ്ട്, നിങ്ങളെയൊക്കെ പ്രായം. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാ, ഇവര് ഭയങ്കര വികൃതി എന്നൊക്കെ പറഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കൂല. അപ്പൊ ഇവരുടെ അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തു. അപ്പൊ ഒരു നിവൃത്തിയില്ലാതെ അച്ഛൻ അറിയാതെ ഇവരെ അടിച്ചത് ഈ പിള്ളേര് ഭയങ്കര വിഷമം വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് മിണ്ടാതെ. അച്ഛൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. അങ്ങനെ ഈ പാവ അച്ഛൻ ഈ പിള്ളേരെ പിറകെ നടന്ന് ഒന്ന് മിണ്ടാൻ വേണ്ടി കുറെ സാധനമൊക്കെ മേടിച്ച്. എന്നിട്ടും പിള്ളേരെടുക്കൂല. എന്നിട്ട് എന്ത് ചെയ്യാൻ, വിഷമം സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം ആരടുത്തും പറയാതെ ഈ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എവിടെ? അത് ഈ ഇവര് താമസിക്കുന്ന വീടിന്റെ അടുത്ത് വലിയൊരു കാടുണ്ട്. കാട്ടിലോട്ട് ഇറങ്ങിപ്പോയി. കാട്ടിലോ? ആ, കാട്ടില് കൊറേ മൃഗങ്ങൾ കാണത്തില്ലേ? മൃഗങ്ങൾ പോട്ടെ, അവിടെ ഈ ക്രൂരന്മാരായിട്ടുള്ള കള്ളന്മാരുണ്ടേ. ഈ കള്ളന്മാര് അച്ഛനെ പിടിച്ചോണ്ട് പോയി. കള്ളന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം കണ്ണ് ചൂർന്നെടുക്കും, പിന്നെ ചെവി കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ഈ അച്ഛനാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യാതെ അല്ലറി. പക്ഷെ ആരും ഇല്ലല്ലോ കേൾക്കാൻ. എന്നിട്ട് അച്ഛനെ രക്ഷിക്കാൻ പിള്ളേരൊന്നും മിണ്ടത്തില്ലല്ലോ. അങ്ങനെ പാവ ചടക്കിടന്ന് കരഞ്ഞ്. അയ്യോ, അമ്മ അച്ഛൻ എന്ത് അമ്മേ? ഒന്ന് മാമൻ എവിടെ? ഇത് എവിടുന്ന് വരുന്നു 3 കൂടെ? അച്ഛനെ കാണണം. നിനക്കൊന്ന് നേരത്തെ അച്ഛനെ കാണുക വേണ്ട, മിണ്ടുക വേണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ 3 കൂടെ മുഖം തിരിച്ചു പോകുമായിരുന്നല്ലോ. നേരത്തെ ഐസ്ക്രീമും മിഠായിയൊക്കെ ഇട്ടൊക്കെ നിന്റെ പുറകെ നടക്കുമല്ലായിരുന്ന? അപ്പൊ കാണണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. കഷ്ടമുണ്ട്. ഞങ്ങൾക്ക് അച്ഛനെ കാണണം. പ്ലീസ് പ്ലീസ്. അച്ഛൻ അവിടെ അങ്ങോട്ട് പുറത്തോട്ടെങ്ങാണ്ട് പോയി. ഫോൺ എടുക്കാതെ പോയിരിക്കുന്നത്. ഫോൺ അവിടെ എവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പോ. എടി, ഫോൺ എടുക്കാതെ പോയ ആളത്ത് ഞാൻ എങ്ങനെ വിളിക്കുന്നത്? അമ്മ എന്തേലും ചെയ്യാൻ കഷ്ടമുണ്ട്. അമ്മ അച്ഛനെ കാണണം. ഇപ്പൊ എന്താ നിനക്കൊക്കെ? ഇവിടെ അടുത്തെങ്ങാണോ വല്ല കാടുണ്ടോ? കാടാ? നമ്മളന്ന് കുളിക്കാൻ പോയില്ലേ ആ തോടിന്റെ അവിടെ? അതിന്റെ അപ്പുറത്ത് ഭയങ്കര വലിയ കാടാ. ഞങ്ങൾ ഇനി പിണങ്ങത്തില്ല. കഷ്ടമുണ്ട്. നീ വിളിച്ചു നോക്ക്, ചിലപ്പോ വരുമായിരിക്കും. നീ ഒന്ന് വിളിച്ചു നോക്ക്, ഒച്ചത്തിൽ ചിലപ്പോ വിളിച്ചു നോക്ക്, വരുമായിരിക്കും. എനിക്കറിയാം മല്ലേട്ട 3 കൂടെ വന്ന എണ്ണ കാണുന്നു. ഒന്നും ചെയ്യത്തില്ല. എന്ത് പറ്റി പൊന്നെ? എന്താ പറ്റിയത്? കാട്ടിൽ പോവല്ലേ? ഏത് കാട്ടില്? അച്ഛനെ കൊള്ളക്കാര് പിടിക്കും, കണ്ടു പൊട്ടിക്കും. അല്ല, അതെ, മാമന്റെ അടുത്ത് പിണങ്ങിന്നോണ്ട് ഞാനൊരു കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എനിക്കറിയായിരുന്നു ഇവര് 3 രതി വീഴുന്നു. അയ്യേ, അച്ഛൻ പോലീസല്ലേ? അച്ഛനെ കൊള്ളക്കാർ പിടിക്കുവോ? കൊള്ളക്കാർ പിടിക്കുന്ന ആളല്ലേ അച്ഛൻ? അത് കേട്ടപ്പോ സങ്കടായ? മിണ്ടോ അമ്മൻ്റെ അടുത്ത്? മിണ്ടോ? ഇനി വഴക്കിടുവോ അച്ഛനുമായിട്ട്? അയ്യടാ, അപ്പൊ ആദ്യം ഉമ്മ എടുക്കേണ്ട ആർക്കാണ്? ആർക്കാ?
ചേട്ടാ അച്ഛനും പോലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. എന്തെങ്കിലും തെറ്റൊക്കെ കാണുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒന്ന് തല്ലുകയോ വഴക്കുറയൊക്കെ ചെയ്താല് ഇങ്ങനെ പിണങ്ങണ്ട ചേട്ടാ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. സോറി. സോറി മാമ. ഓ ഐസ്ക്രീമും മിഠായിയൊക്കെ വേണ്ടേ? Aliens.